ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാൻഷി സീരീസിൻ്റെ മൂന്നാമത്തെ സീസണിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായി പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ സത്യങ്ങളെല്ലാം സിയോബിൻ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ എന്ന വിശ്വാസത്തിൽ അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്ന നായകനെയാണ് കാണിക്കുന്നത്. എന്നാൽ നായകൻ എന്തൊക്കെ പറഞ്ഞ് സിയോബിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി നോക്കിയാലും സിയോബിൻ നീ ഇത്രയും കാലവും എന്നെ ചതിക്കുകയായിരുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവനോട് തൻ്റെ കൺമുന്നിൽ നിന്നും പോകാനായി പറയുന്നു. അവിടെ കക്ഷിത് രാത്രി സ്റ്റെർലിംഗ് ട്രേഡിംഗ് എന്ന കമ്പനിയിലേക്ക് സ്വീപ്പർമാരുടെ വേഷത്തിൽ കയറി ചെല്ലുന്ന ജോബിനെയും ബെയ്റ്റ്സിനെയുമാണ് കാണിക്കുന്നത്. ഈ സമയം അവിടുത്തെ സെക്യൂരിറ്റി ഓഫീസർ ബെയ്റ്റ്സിൻ്റെ ഐഡി എല്ലാം വാങ്ങി സ്കാൻ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിലും ജോബ് നേരത്തെ തന്നെ ആ സെർവറെല്ലാം ഹാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് അവർ എളുപ്പത്തിൽ സെക്യൂരിറ്റി ചെക്കിനെല്ലാം കഴിഞ്ഞുകൊണ്ട് സെർവർ റൂമിലിരിക്കുന്ന ഫ്ലോറിലേക്ക് ചെല്ലുന്നു. എന്നാൽ സെർവർ റൂമിലെ ക്യാമറ നേരെ സെർവറിനെ ഫോക്കസ് ചെയ്താണ് ഇരിക്കുന്നതെന്ന് കണ്ടതും ജോബ് തൻ്റെ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് ആ ക്യാമറയുടെ ഫോക്കസ് അവിടെ നിന്നും മാറ്റുന്നു. എന്നാൽ ക്യാമറയുടെ ഫൂട്ടേജുകളെല്ലാം ലൈവായി നോക്കിക്കൊണ്ടിരുന്ന സെക്യൂരിറ്റി ഓഫീസേഴ്സ് ഇതിലെന്തോ പന്തികേട് തോന്നി അവിടേക്ക് വരാൻ വേണ്ടി തുടങ്ങിയതും ഈ കാര്യമെല്ലാം നോട്ടീസ് ചെയ്ത ബെയ്റ്റ്സ് വേഗം തന്നെ സെർവർ റൂമിലുള്ള ജോബിൻ്റെ അടുത്ത് ജോലി തീർത്ത് പുറത്തേക്ക് വരാൻ വേണ്ടി പറയുന്നു. സെക്യൂരിറ്റി ഓഫീസർ സെർവർ റൂമിൻ്റെ തൊട്ടടുത്തെത്തിയതും ജോബ് ആ സമയം കൊണ്ട് സെർവറിൽ നിന്നും വേണ്ട ഡാറ്റ എല്ലാം കോപ്പി ചെയ്ത ശേഷം ആ സെക്യൂരിറ്റിയുടെ എല്ലാം കണ്ടുപിടിച്ച് ബെയ്റ്റ്സിനെയും കൂട്ടി അവിടെ നിന്നും പോകുന്നു. അവിടെ കക്ഷിത് പിറ്റേ ദിവസം രാവിലെ ബെയ്റ്റ്സിന്റെ ബാറിലിരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ജോബിനെയും ബെയ്റ്റ്സിനെയുമാണ് കാണിക്കുന്നത്. ഈ സമയം വിഷമത്തോടെ അവിടേക്ക് വന്ന നായകൻ ജോബിന്റെ അടുത്ത് നമുക്ക് മിക്കവാറും ഇവിടെ നിന്നും പോകേണ്ടി വരുമെന്ന് പറയുന്നു. എന്നാൽ കാര്യം മനസ്സിലാവാത്ത ജോബ് അവന്റെ അടുത്ത് വിഷയം എന്താണെന്ന് തിരക്കിയതും നായകൻ സിയോബിന്റെ കയ്യിൽ തന്നെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഉണ്ടെന്ന് പറയുന്നു. ഇത് കേട്ടതും ജോബിന് നായകൻ എന്തായാലും സിയോബിനെ ഇഷ്ടമായതുകൊണ്ട് അവനൊരിക്കലും സിയോബിന് നേരെ തിരിയില്ല എന്ന് മനസ്സിലായതും വേഗം തന്നെ ലാപ്പെല്ലാം പാക്ക് ചെയ്ത് അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു. അവിടെ കക്ഷിത് പ്രോക്ടറുടെ വീട്ടിൽ നഴ്സായി ജോലി ചെയ്യുന്നതിന് തൻ്റെ മുൻ ഭാര്യയെ റോട്ടിൽ വെച്ച് വഴക്ക് പറയുന്ന സീനിയർ ഓഫീസറിനെയാണ് കാണിക്കുന്നത്. സീനിയർ ഓഫീസർ പ്രോക്ടർ ഒരു മോശപ്പെട്ട വ്യക്തിയാണെന്നും കൂടാതെ അയാൾ കുറേയധികം ഇല്ലീഗൽ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അയാളുടെ വീട്ടിൽ സ്ഥിരം പ്രശ്നങ്ങളാണെന്നും ഇത്രയും പ്രശ്നം നടക്കുന്ന വീട്ടിൽ നീ താമസിക്കുന്നത് സേഫ് അല്ല എന്നെല്ലാം പറഞ്ഞ് വൈഫിനെ ആ ജോലിയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടിയല്ല നോക്കുന്നു. എന്നാൽ വൈഫ് പ്രോക്ടറുടെ അമ്മയുടെ സിറ്റുവേഷൻ വളരെ മോശമാണെന്നും അതുകൊണ്ട് താൻ ഒരിക്കലും അവരെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോയില്ലെന്ന് സീനിയർ ഓഫീസറിൻ്റെ അടുത്ത് ശക്തമായിട്ട് തന്നെ പറയുന്നു. അവിടെ കക്ഷിത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിക്കുന്ന പ്രോക്ടറിനെയും റെബേക്കയെയുമാണ് കാണിക്കുന്നത്. ഈ സമയം ക്ലേ അവരുടെ ക്ലബ് ആക്രമിച്ച ലോങ് ഷാഡോ ട്രൈബിലെ രണ്ടാൾക്കാരെ ടൗണിൽ വെച്ച് നോട്ടീസ് ചെയ്തിട്ടുണ്ടെന്നും ഇനി അവരെ എന്താണ് ചെയ്യേണ്ടതെന്ന് പ്രോക്ടറുടെ അടുത്ത് ചോദിക്കുന്നു. പ്രോക്ടർ നീ എല്ലാ കാര്യങ്ങളും വേണ്ട പോലെ നോക്കി ചെയ്താൽ മതി എന്ന് പറഞ്ഞതും ക്ലേ അവിടെ നിന്നും പോകാൻ ഇറങ്ങിയ സമയം തന്നെ റെബേക്ക താനും കൂടി വരുന്നുണ്ടെന്ന് പറഞ്ഞ് ക്ലേയുടെ കൂടെ ലോങ് ഷാഡോ ട്രൈബിലെ ആൾക്കാർ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. ട്രൈബിലെ മെമ്പേഴ്സ് ചേട്ടോന്റെ സഹോദരന്റെ ബോഡിയെല്ലാം കളക്ട് ചെയ്ത് ആ വാനുമായി ടൗണിൽ നിന്നും ആളൊഴിഞ്ഞൊരു പ്രദേശത്തുകൂടെ പോകുന്ന സമയം റെബേക്കയും ക്ലേയും കൂടി അവരുടെ വാനെല്ലാം ആക്സിഡന്റ് ആക്കിയ ശേഷം അതിലുണ്ടായിരുന്ന ആൾക്കാരെയും ബോഡിയെയും എല്ലാം പെട്രോൾ ഒഴിച്ച് അവിടെ വെച്ച് തന്നെ കത്തിക്കുന്നു. അവിടെ കക്ഷിത് ഓഫീസിലെത്തിയ നായകൻ സിയോബിൻ ജോലിക്ക് വരാത്തത് കണ്ട് അവിടെ കോൾ ചെയ്ത് നോക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ അവൻ എത്രയൊക്കെ കോൾ ചെയ്തിട്ടും സിയോബിൻ ഫോൺ എടുക്കാത്തത് കണ്ട് നായകന്റെ ടെൻഷൻ വീണ്ടും കൂടുന്നു. ഈ സമയം സീനിയർ ഓഫീസർ ഒരു വാൻ കത്തിയ കാര്യം വന്ന് നായകന്റെ അടുത്ത് പറയുന്നു. എന്നാൽ നായകൻ ആദ്യം അത് കാര്യമായി എടുക്കുന്നില്ലെങ്കിലും വാനിന്റെ അകത്ത് ചേട്ടോന്റെ അനിയന്റെ ബോഡിയായിരുന്നു എന്ന കാര്യം പറഞ്ഞതും നായകൻ വേഗം തന്നെ സീനിയറേയും കൂട്ടി ആ സംഭവം നടന്ന സ്ഥലത്തേക്ക് വരുന്നു. റേവൻ റോഡിൽ 2 കാറുകളുടെ ടയർ ഫ്രണ്ടിടുന്നും അതുകൊണ്ട് ഇതാരോ മനഃപൂർവ്വം കരുതി കൂട്ടി ചെയ്തതാണെന്ന് ഉറപ്പിച്ച് പറയുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് തൊട്ടപ്പുറത്ത് നിന്നിരുന്ന കനാഹോ പോലീസായിട്ടുള്ള എമി നേരെ നായകന്റെ അടുത്ത് വന്ന് ഇത് പ്രോക്ടറാണ് ചെയ്തതെന്ന കാര്യം എല്ലാവർക്കും അറിയാമെന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പ്രോക്ടറെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ചേട്ടോൺ ഇത് ഒരു വാറായി കാണുമെന്ന് നായകന്റെ അടുത്ത് ഒരു വാണിംഗ് പോലെ പറയുന്നു. എന്നാൽ നായകൻ എമി പറയുന്ന ഈ കാര്യമൊന്നും ഒട്ടും തന്നെ സീരിയസ് ആയി എടുക്കാതെ അവരുടെ കാര്യമെല്ലാം അവർ തന്നെ പരസ്പരം കൊന്നു തീർത്തോളുമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അവിടെ കക്ഷിത് കുറെ കാലം ഡിപ്രഷനിലായിരുന്ന ലോയർ തൻ്റെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് വീണ്ടും ജോലിക്ക് ജോയിൻ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്.
ലോയർ തൻ്റെ ഓഫീസിലെ ഹ്യൂമൻ റൈറ്റ്സ് ഓഫീസറിൻ്റെ അടുത്ത് നമ്മൾ പ്രോക്ടറുടെ പഴയ കേസെല്ലാം റീഓപ്പൺ ചെയ്യാൻ പോവുകയാണെന്നും അയാളുടെ ഇല്ലീഗൽ ബിസിനസ്സുകളെയും കൂടാതെ ഇപ്പോൾ നടത്തിയിട്ടുള്ള ക്രൈമെല്ലാം കൂട്ടിവെച്ചുകൊണ്ട് 5 വർഷമെങ്കിലും അകത്ത് കിടക്കുന്ന രീതിയിലുള്ള കേസ് ഫയലായിരിക്കണം നമ്മൾ അടുത്തതായി പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് തൻ്റെ പഴയ എനർജിയെല്ലാം തിരിച്ചു പിടിച്ചുകൊണ്ട് പറയുന്നു. കേസെല്ലാം റീഓപ്പൺ ചെയ്യാൻ പോവുകയാണ് എന്ന കാര്യം പറഞ്ഞതും പ്രോക്ടറുടെ ലോയർ ഹ്യൂമൻ റൈറ്റ്സ് ഓഫീസറിനെ കണ്ട് ഇതിനെതിരെ ആക്ഷൻ എടുക്കണം എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും ലോയർ ഇത്തവണ ഡബിൾ സ്ട്രോങ് ആയി നിൽക്കുന്നത് കൊണ്ട് പ്രോക്ടറുടെ ലോയർക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ സാധിക്കാതെ വരുന്നു. അവിടെ കക്ഷിത് രാത്രിയിൽ നായകൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള വിദ്യയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ അനിയന് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ഗെയിമെല്ലാം ഒരു കടയിൽ നിന്നും മോഷ്ടിക്കുന്ന ദേവേനെയാണ് കാണിക്കുന്നത്. എന്നാൽ അവൾ എത്രയൊക്കെ പ്ലാൻ ചെയ്തിട്ടും ആ കാസറ്റ് എടുത്ത് അവിടെ നിന്നും ഇറങ്ങിയ ഉടനെ ആ ഷോപ്പിൻ്റെ അലാറമെല്ലാം അടിക്കുന്നു. അലാറത്തിൻ്റെ സൗണ്ട് കേട്ടതും ദേവയ്ക്ക് ഇനി എന്ത് ചെയ്യണം എന്നറിയാത്തത് കൊണ്ട് അവൾ ആ കാസറ്റുമായി നേരെ തൻ്റെ വീട്ടിലേക്ക് വരുന്നു. അവിടെ കക്ഷിത് സിയോബിൻ്റെ വിശ്വാസം പിടിച്ചു മാറ്റാൻ വേണ്ടി ഇനി എന്താണ് ചെയ്യാൻ സാധിക്കുക എന്ന് ചിന്തിക്കുന്ന നായകനെയാണ് കാണിക്കുന്നത്. കുറച്ചു നേരത്തെ ചിന്തയിൽ നായകന് ഈ കേസിൽ പ്രോക്ടറെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ സിയോബിൻ്റെ മുമ്പിലുള്ള തൻ്റെ ഇമേജിൽ ചെറിയൊരു മാറ്റം വരുത്താൻ സാധിക്കുമെന്ന് മനസ്സിലാവുന്നു. അവിടെ കക്ഷിത് ലോയർ ഈ കേസെല്ലാം ഓപ്പൺ ചെയ്യുന്ന കാര്യം പ്രോക്ടറുടെ അടുത്ത് പറയുന്ന പ്രോക്ടറുടെ ലോയറിനെയാണ് കാണിക്കുന്നത്. അവർക്കിടയിലുള്ള ചർച്ചയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയം നേഴ്സ് പ്രോക്ടറെ കോൾ ചെയ്ത് അമ്മയുടെ അവസ്ഥ മോശമാണെന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ വേണ്ടി പറയുന്നു. ഇതേ സമയം പ്രോക്ടറുടെ ക്ലബിലേക്ക് വന്ന നായകൻ പ്രോക്ടർ അവിടെ നിന്നും പോകാൻ നോക്കുന്നത് കണ്ട് നായകൻ നേരെ പ്രോക്ടറെ തടഞ്ഞു നിർത്തിയ ശേഷം തൻ്റെ കൂടെ സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടി പറയുന്നു. എന്നാൽ പ്രോക്ടർ തനിക്കിപ്പോൾ സമയമില്ലെന്നും എമർജൻസിയായി പോകണമെന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും നായകൻ ലോങ് ഷാഡോ ട്രൈബിലെ ആ ബാങ്ക് കത്തിച്ച കേസിൽ പ്രോക്ടറെ താനിവിടെ വെച്ച് അറസ്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രോക്ടർ മൊത്ത് ഒരു ഫൈറ്റ് എല്ലാം ഉണ്ടാക്കി അവസാനം പ്രോക്ടറെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നേരെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നു. ഇതേ സമയം നായകനെ മീറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ദിവസം മുമ്പ് റെസ്യൂമി എല്ലാം കൊണ്ടുതന്ന ബങ്കർ എന്ന പോലീസുകാരനും നേരെ സ്റ്റേഷനിലേക്ക് വരുന്നു. പ്രോക്ടറുടെ അറസ്റ്റ് നടന്നറിഞ്ഞ് ഹ്യൂമൻ റൈറ്റ്സ് ഓഫീസറും പ്രോക്ടറുടെ ലോയറും സ്റ്റേഷനിൽ വെച്ച് പരസ്പരം ചർച്ചകളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം നായകൻ അവിടെ ഓഫീസ് റൂമിൽ സിയോബ് നിൽക്കുന്നതുകൊണ്ട് സംസാരിക്കാനായി നേരെ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. നായകൻ തൻ്റെ ഈ ഫ്ലാഷ് ബാക്ക് എല്ലാം മറച്ചു വെച്ചതിന് സിയോബിൻ്റെ അടുത്ത് മാപ്പെല്ലാം പറയുന്നുണ്ടെങ്കിലും സിയോബിൻ തനിക്ക് ഇനി അതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ലെന്നും ഡോക്ടറുടെ ഈ കേസ് കഴിഞ്ഞ ഉടൻ തന്നെ ആരോടും പറയാതെ ഈ ജോലിയിൽ നിന്നും റിസൈൻ ചെയ്ത് പോവുകയാണെങ്കിൽ താൻ ഈ കാര്യങ്ങളെല്ലാം രഹസ്യമായി വയ്ക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങാൻ നോക്കിയതും ഈ സമയം കൊണ്ട് സ്റ്റേഷൻ മൊത്തം പറഞ്ഞ ചേട്ടോന്റെ ആൾക്കാർ സ്റ്റേഷന് നേരെ ചറവറ ഫയറിംഗ് എല്ലാം നടത്തുന്നതും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഈ സീരീസിൻ്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.